ജനാധിപത്യത്തിൽ ഭരണകക്ഷിയുടെ കരുത്ത് മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ ദൗർബല്യവും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കണം, 71.6% മഹിളകൾ അവിടെ വോട്ട് ചെയ്തു. ബീഹാറിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ആരും വന്നവരെ കൂട്ടിക്കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ചതല്ല. സ്ത്രീകൾ സ്വമേധയാ വന്ന് വോട്ട് ചെയ്തു. ഒരൊറ്റ ഒബ്ജക്ഷൻ പോലും ബീഹാർ SIR-ൽ കോൺഗ്രസ് പാർട്ടിയോ RJD-യോ ബീഹാറിലെ SIR-ൽ ഒരൊറ്റ ഒബ്ജക്ഷൻ പോലും എവിടെയും അവർ കാണിച്ചില്ല. ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും മിസ്റ്റർ രാഹുൽ ഗാന്ധി വന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തുന്നത്. ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണം ആരും ശക്തമായി ഏറ്റെടുത്തിട്ടില്ല. ഇദ്ദേഹം വോട്ട് ചോരി യാത്രയൊക്കെ നടത്തിയെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ലല്ലോ. മാധ്യമങ്ങൾ തന്നെ പറഞ്ഞു, ഒരു ഘട്ടത്തിലും അവർ അത് ഏറ്റെടുത്തില്ല. മുലായം ഏറ്റെടുത്തിട്ടില്ല. ഈവൻ മമതാ ബാനർജി പോലും അത് ഏറ്റെടുക്കുന്നില്ല. SIR-നെതിരെ കുറച്ച് പറയുന്നുണ്ടെങ്കിൽ വോട്ട് ചോരി എന്നുള്ള ഒരു ആരോപണം ആരും ഉന്നയിക്കുന്നില്ല. രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ സൂചിപ്പിക്കേണ്ട ഇടതുപക്ഷ പാർട്ടികൾ തകർന്നു എന്ന്. അവർ തകരാതിരിക്കില്ല. കാരണം ഇടതുപക്ഷം പ്രത്യേകിച്ച് അവിടെ എക്സ്ട്രീം ലെഫ്റ്റ് ആണ്. CPI-യും CPM-ഉം ഉണ്ടെങ്കിലും അവിടെ CPI-ML-നാണ് പ്രാധാന്യം. കാരണം അവർ പോലും പറയാത്ത ദേശവിരുദ്ധമായിട്ടുള്ള രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇന്ത്യൻ ജനാധിപത്യം തകർന്നിരിക്കുന്നു, ഇന്ത്യൻ എക്കോണമി ഒരു ഡെഡ് എക്കോണമിയാണ്, ഇന്ത്യ ലോകത്തിന് മുമ്പിൽ തകരുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള വ്യാജ നെറേറ്റീവിന്റെ പുറത്താണ്. ഒരു അർബൻ നക്സൽ ക്യാമ്പയിനാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു പാർട്ടിയാണ്, ഞാനതിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. പക്ഷെ ആ പാർട്ടി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ആന്റി നാഷണൽ കോൺഗ്രസ് ആയിട്ട് കോൺഗ്രസിനെ മാറ്റിയിരിക്കുകയാണ്. തുക്കടെ ഗ്യാങ് എന്താണോ പറയുന്നത് അതേ വാദഗതിയാണ് ശ്രീ രാഹുൽ ഗാന്ധി. ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും ഒരു പ്രതിപക്ഷ നേതാവ് തെളിവ് ചോദിക്കുകയാണ്. വളരെ ദയനീയമാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യം. കേരളത്തിലെ LDF-ഉം കോൺഗ്രസിലെ ഘടകകക്ഷികളും UDF-ലെ ഘടകകക്ഷികളും ഗൗരവമായിട്ട് ആലോചിക്കണം. ഈ മനുഷ്യനെ വെച്ചിട്ടാണോ ഇവര് രാജ്യത്തെ നയിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. बाय टाटा गुड बाय गया।